എന്റെ പൊന്നു സ്വാമി, എന്തോ ഇവനെ കുറിച്ച് പറയാനാണെങ്കിൽ പറയാതിരിക്കാനല്ലേ? അല്ല, പറഞ്ഞു. ഇവനൊരു ദോഷമുണ്ട്. എന്താ വല്ല ദോഷം? ഗൾഫിൽ പോണം. നിന്ന് നിപ്പി ഒരു മുട്ടനാടിനെ പിടിച്ച് അങ്ങ് വിറ്റു. കറക്കുന്നായിരുന്നോ? എന്താ പറ. എത്ര വർഷമായി ഈ ഫീൽഡില്? 35. അത് മുട്ടനാടിനെ ഇതുവരെ അറിയത്തില്ല. മുട്ടനാടോ? മറ്റേ നിന്ന നിപ്പി ഒരു മുട്ടനാടിനെ പിടിച്ചു വിറ്റു. എന്നിട്ട് പിടിച്ചാ പിടിമുറ്റാത്ത ഒരു തേക്കും അതും പിടിച്ചു വിറ്റ് ആ പൈസ എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായല്ലോ മോനെ? എന്തെടുക്കാം നിങ്ങളുടെ പറയട്ടെ. എന്റെ വീട്ടിൽ നിന്ന് വൈകിട്ട് ഭയങ്കര ആഘോഷമാണ്. എനിക്ക് 35 വർഷം തികഞ്ഞു സ്വാമി ഫീൽഡിൽ. സ്വാമി ഫീൽഡിൽ 35. അപ്പൊ നമ്മൾ ഒരു 150 സ്വാമിമാർക്ക് നമ്മൾ മധുര ഫലകാരം കൊടുക്കുന്നുണ്ട്. 10 സ്വാമിയുടെ കൈകൊട്ടിക്കളി, 6 സ്വാമിയുടെ ചിങ്കാരിമേള, 3 സ്വാമിയുടെ ചീട്ടുകളി. ഭയങ്കര ആഘോഷമായിരുന്നു അവിടെ. ഇത് കണ്ടിട്ട് പോയാൽ പോരെ? ഒരു കാര്യം, ഞങ്ങളെ വരണ്ടേ? ഞങ്ങളെ ക്ഷണിച്ചില്ല. ഇല്ല, നിങ്ങളെ ക്ഷണിക്കാം. സ്വാമിമാരുടെ കേസല്ലേ, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. അമ്പലത്തിൽ പോയാലേ കാലിയാൻ പറ്റി. ഞാൻ അമ്പലത്തിൽ പോയാൽ നിങ്ങൾക്ക് എന്തോ ഇന്ന് പോവല്ലേ, മറ്റന്നാൾ പോവല്ലേ? അവൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കട്ടെ. അവൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനൊന്നും അല്ല പോകുന്നത്. അമ്പിളിയുടെ മോളുമായിട്ട് കാണാനും വേണ്ടിയാ പോകുന്നത്. അമ്പിളിയുടെ മോളാണ് അവിടുത്തെ പ്രതിഷ്ഠ. എന്റെ അമ്പിളിയുടെ മോള് പ്രതിഷ്ഠയല്ല, ഇവനുമായിട്ട് ചെറിയ ഒരു ബന്ധമുണ്ട്. അപ്പൊ അതിനു വേണ്ടി അവളെ കാണാൻ വേണ്ടി പോവുക. വിടത്തില്ല ഞാൻ. എന്നിട്ട് ഇന്നലെ വൈകിട്ട് ഫോൺ വിളിച്ചിട്ട് പറയാ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വരാം, എന്നിട്ട് നിന്നെ കൂടെ അങ്ങ് കൊണ്ടുപോകാം. അതെന്തിനാ? ഇവന് പനെ കയറി മറ്റേത് ഇങ്ങനെ വെട്ടിയിടുമ്പോ അവക്കത് പറക്കി കൂട്ടാമല്ലോ. ശരി. ഒരു മുട്ടന കേട്ട് മടുത്തു. അതും പറയണ്ട. അപ്പൊ ഇതെല്ലാം കൂടെ വിറ്റിട്ടാ ഈ 2 വർഷം എന്നെ കൊണ്ടുപോയി കഴിയാ ഞാൻ എവിടെ നിന്ന് പറക്കി കൂട്ടത്തില്ലയോ? നിങ്ങൾക്ക് അതിന് പറക്കി കൂട്ടാൻ അറിയാവോ? ഇവന്റെ അച്ഛൻ പണ്ട് തേങ്ങക്കയറ്റമായിരുന്നു. അപ്പൊ അങ്ങാര് വെട്ടിയിടുന്ന തേങ്ങ മൊത്തം ഞാൻ പറക്കി കൂട്ടിക്കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ പോകും? പോസ്റ്റ്മോർട്ടം ഉണ്ടോ? അതിന് ഞാൻ ചത്തോ? അയ്യോ, പാസ്പോർട്ട് പാസ്പോർട്ട് ഉണ്ടോന്ന് വെച്ചാൽ. പാസ്പോർട്ട് എത്ര വർഷമായി ഗൾഫിൽ? നേരത്തെ പൂജയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഗൾഫ് പൂജ സ്ഥിരം. പാസ്പോർട്ട് എന്ന് പറയാൻ അറിയത്തില്ലല്ലോ. അതെ, പിടിച്ചങ്ങ് കയറും. 10 തേങ്ങ പറഞ്ഞേ. 10 തേങ്ങ വാങ്ങിച്ചിട്ടുണ്ട്, അരിക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഉണക്ക തേങ്ങ എന്തിനാ? ചമ്മന്തി അടിച്ചു കൊണ്ടുപോണ്ടേ ഇവന്. അപ്പൊ അത് പൂജക്കൊന്നും അല്ലയോ? പൂജക്കല്ല, ഇവന് ചമ്മന്തിപ്പൊടി വേണ്ടേ? കരിക്കോ? കരിക്കിന്റെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യത്തെ കരിക്ക് എന്ത് ചെയ്യാ നിങ്ങളടുത്ത്? ഇത് നമ്മുടെ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ കയറുമ്പോൾ അതിന്റെ പടിക്കൽ ഒരെണ്ണം അടിക്കണം. അടുത്ത കരിക്ക് ഇതേ ഫ്ലൈറ്റെല്ലാം കൊണ്ട് കയറുമ്പോൾ ഒരുത്തൻ വെൽക്കം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കും. അവന്റെ കാലെ കൊള്ളാതെ ഒരെണ്ണം കീച്ചണം. പിന്നെ ഒരു ചെറുനാരങ്ങ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു? ചെറുനാരങ്ങ. അതായത് ഫ്ലൈറ്റ് വിടുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവൻ ആ ഫ്ലൈറ്റിന്റെ വീടിന്റെ അവിടെ ചെല്ലണം. ആ ഫ്രണ്ട് വീടിന്റെ ചുവട്ടി വെക്കണം. അത് കയറി ഇറങ്ങിയാൽ ദോഷം തീർന്നു.